മരണം അടഞ്ഞ ഒട്ടേറെ ആളുകളുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അതുപോലെ തന്നെ അംഗഭംഗം വന്ന ആളുകളുണ്ട്, തകർന്നടിഞ്ഞ ഒരു മേഖല മുഴുവനുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഇനി ഭാവിയിലേക്ക് എന്ത് എന്നുള്ള ആ പ്രതീക്ഷയോടെയുള്ള മുന്നേറ്റമാണ് ഇനി അവിടുത്തുകാർക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ തന്നെയാകണം ആ ചിന്തകൾ പോകേണ്ടതും. അപ്പോൾ ആഹ്ലാദത്തിലാണ് വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ മുതൽ ഇസ്രയേലിലെയും പലസ്തീനിലെയും സാധാരണക്കാർ. ബന്ദികളാക്കപ്പെട്ട പ്രിയപ്പെട്ടവർ തിരിച്ചെത്തിയപ്പോൾ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ അവർ പൊട്ടിക്കരഞ്ഞു. എത്ര കാലമെന്നറിയാതെ തടവറയിൽ കിടന്ന് വിട്ടയക്കപ്പെട്ട ആ ബന്ദികൾ ആരാണ്? നോക്കാം. എങ്ങും ആനന്ദ കണ്ണീർ നിറഞ്ഞ ആലിംഗനങ്ങൾ, സമാശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ. ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് അനിശ്ചിതത്വങ്ങൾക്ക് അവസാനമായി പ്രിയപ്പെട്ടവരെത്തിയപ്പോൾ ഇസ്രായേലിലും പലസ്തീനിലും ഏവരെയും വികാരനിർഭരമാക്കുന്ന രംഗങ്ങൾ മാത്രം. 90 തടവുകാരെയാണ് ഇസ്രായേൽ ആദ്യ ദിനം വിട്ടയച്ചത്. വെസ്റ്റ് ബാങ്ക്, ജെറുസലേം സ്വദേശികളായ 69 സ്ത്രീകളെയും 21 കൗമാരക്കാരായ ആൺകുട്ടികളെയുമാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. ഇവരിൽ ഏറ്റവും പ്രമുഖ വ്യക്തി വെസ്റ്റ് ബാങ്കിലെ രാഷ്ട്രീയ നേതാവായ ഖാലിദ ജറാറാണ്. പലസ്തീൻ പാർലമെന്റിലെ മുൻ അംഗം കൂടിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവായ ജറാർ. ഇസ്രായേൽ ഗവൺമെന്റിന്റെ കടുത്ത വിമർശകയായിരുന്ന ജറാർ കാലങ്ങളായി ഏകാന്ത തടവിലായിരുന്നു. വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം 10,000-ലധികം പേർ ഇസ്രായേൽ തടങ്കലിലുണ്ടെന്നാണ് കണക്ക്. 3 ഇസ്രായേൽ വനിതകളെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ വിട്ടയച്ചത്. 2023 ഒക്ടോബർ 7-നാണ് സംഗീത നിശാവേദിയിൽ നിന്ന് 24-കാരി നർത്തകി റോമി ഗോനനെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ആക്രമണത്തിനിടെ റോമിക്ക് കൈക്ക് വെടിയേറ്റിരുന്നു. 31-കാരി വെറ്റിനറി നഴ്സ് ഡോറൻ സ്റ്റെയിൻബ്രേക്കർ പിടിയിലായത് ഒക്ടോബർ 7-ന് ആക്രമണത്തിൽ തകർന്ന സ്വന്തം വീട്ടിൽ നിന്നായിരുന്നു. ബ്രിട്ടീഷ് ഇസ്രായേലി വനിതയായ എമിലി ഡാമിരിയെയും സ്വന്തം വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. കണ്ണുകൾ കെട്ടി ബന്ധിച്ച് എമിലിയുടെ സ്വന്തം കാറിൽ തന്നെയാണ് ഹമാസ് ഗസയിലെത്തിച്ചത്. ഇരുവശത്തും ബന്ദികൾ ഓരോരുത്തരുമായി മടങ്ങിയെത്തുന്നതോടെ സമാധാനത്തിന്റെ ഭാവി കാലമാണ് മധ്യേഷ്യൻ ജനത സ്വപ്നം കാണുന്നത്. റിസർച്ച് ഡെസ്ക് 24. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം അല്ലേ? അതാണ് ഇനിയൊരു സമാധാനത്തിന്റെ നല്ല നാളുകൾ പുലരട്ടെ എന്ന് നമ്മൾ എല്ലാവരും, ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഇസ്രായേൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയധികം നാൾ ഈ യുദ്ധം നീണ്ടുപോകുമെന്നുള്ളത്. എന്തായാലും യുദ്ധം അവസാനം കണ്ണീരിൽ തന്നെയാണ് കലാശിക്കുന്നത്. എത്ര പ്രതീക്ഷയെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് ഇനി അതൊക്കെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ലോകത്തിന്റെ മുഴുവൻ സഹായം അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, സമാധാനം പുലരട്ടെ.